രണ്ടാമത് അതേ യുവാക്കൾ ശ്രദ്ധയോടെ കേട്ടോ, രണ്ടാമത് ഈമാൻ തെറ്റിപ്പോകാനുള്ള കാരണോ ഔലിയാക്കളില്ലേ, ആലിമീങ്ങളില്ലേ, സാദാത്തുക്കളില്ലേ, അവരെ ചീത്ത പറയുന്നവനുണ്ടോ, അവരോട് വൈരാഗ്യം കാണിക്കുന്നവനുണ്ടോ? നിന്റെ ഈമാൻ നന്നാവൂല. ഇന്ന് വലിയ വേദനയുണ്ട്. സോഷ്യൽ മീഡിയകളില് ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ പണി എന്താണ്? ആലിമീങ്ങളുടെ തെറ്റുകൾ എടുത്ത് പറയുക, ആലിമീങ്ങളെ നാണക്കെടുത്തുക, സാദാത്തുക്കളെ നാണക്കെടുത്തുക. ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ധാരാളം 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 യുവാക്കളുണ്ടല്ലോ. നെറിയയിലെ പിലിക്കളത്തെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ദയവ് ചെയ്ത് കേട്ട ഒരു ആലിമിനെയും ചീത്ത പറയണ്ട, ഒരു തങ്ങമാരെയും ആക്ഷേപിക്കണ്ട, അവരോട് പകവെക്കണ്ട. കാരണം എന്ത്? ഇന്ന് ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, അത് ചില വയസ്സായ ആളുകൾക്കാണ് കൂടുതലുള്ളത്. നമ്മുടെ വീട്ടിലെ ഒരു തെറ്റ്, നമ്മുടെ മക്കളുടെ ഒരു തെറ്റ് പള്ളിയിലെ ഉസ്താദ് എടുത്തു പറഞ്ഞാൽ പിന്നെ ഉസ്താദിന്റെ ബാക്കില് സുബഹി നിസ്കരിക്കലില്ല, പിന്നെ ഉസ്താദിന്റെ ഖുതുബക്ക് പോക്കില്ല, പിന്നെ ഉസ്താദിന്റെ ബാക്കില് ജുമുഅത്തിന് പോക്കില്ല. എന്തൊരു വാശിയല്ലേ ഇത്, എന്തൊരു വൈരാഗ്യമല്ല ഇത്. ഈമാൻ തെറ്റാനുള്ളൊരു അടയാളമാണത്. ഈ അടുത്ത് ഒരു വയസ്സായ ആള് മരണപ്പെട്ടു പോയി. വാത് കേൾക്കുന്ന ഉമ്മമാരെ കേട്ടോ, മദ്രസയിലെ മക്കൾക്ക് മുമ്പില്, നിങ്ങളെ പള്ളിയിലെ മുഅല്ലിമീങ്ങളെ ചെറുതായി കാണിക്കുന്ന ഉമ്മമാരാകരുത് നിങ്ങള്. നിങ്ങളുടെ മക്കള് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പരാതി പറയുമ്പോ അതിന് സാത്ത് കൊടുത്ത് പള്ളിയിലെ ആലിമിനെ ചീത്ത പറയാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നവരാകരുത് നിങ്ങള്. നിങ്ങളുടെ ആണുങ്ങള്, യുവാക്കള്, ഭർത്താക്കള് വന്നിട്ട് ആലിമീങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ അതിൽ നിന്ന് പിൻപാറ്റുന്നവരാകണം നിങ്ങള്. അതിനു വേണ്ടിയാ ഞാൻ പറയുന്നത്. ഈ അടുത്തൊരാള് മരണപ്പെട്ടു. യാ അല്ലാഹ്, വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ്, കാണുന്നില്ല. അന്വേഷിച്ചു നോക്കി കാണുന്നില്ല, എല്ലായിടത്തും നടന്നു നോക്കി കാണുന്നില്ല. അവസാനം വീട്ടിലെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, ആ ടോയ്ലറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ആ ടോയ്ലറ്റിന്റെ ഡോറിലേക്കൊന്ന് ചവിട്ടി തുറന്നു നോക്കുമ്പോ മുഅ്മിനീങ്ങളെ, ടോയ്ലറ്റിലാണ് അദ്ദേഹം മയ്യത്തായി കിടക്കുന്നത്. അല്ലാഹുവേ, നമ്മുടെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഞാൻ എന്തിനാണിത് പറയുന്നത്? ഈ കാലത്ത് അങ്ങനെയുള്ള സ്വഭാവം കൂടി പോയി. അതുകൊണ്ട് യുവാക്കളെ, ഉപകാരപ്പെടണം നിങ്ങൾക്ക് ഈ വാള്. യാ അല്ലാഹ്, തലയിൽ കാഷ്ടമുണ്ട്, മുഖത്ത് കാഷ്ടമുണ്ട്, മയ്യത്തിന്റെ ശരീരത്ത് കാഷ്ടമുണ്ട്. കുടുംബക്കാർ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നു. എല്ലവും കഴിഞ്ഞ് പറയുന്നത് കേൾക്കുന്നുണ്ട്. ആ വ്യക്തിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. അത് പള്ളിയിലെ ആലിമീങ്ങളെ അങ്ങാടിയിൽ ചെന്ന്, റോഡ് സൈഡിൽ ചെന്നിട്ട് കുറ്റം പറയുകയാ, തെറ്റി എണ്ണി പറയുകയാ, ഇല്ലാത്തത് പറയുകയാ. അങ്ങനെയുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിനുണ്ടായത്. നിസ്കാരത്തിനൊരു കോട്ടവുമില്ല, ഇബാദത്തിനൊറ്റും കുറവില്ല. പക്ഷേ അവസാനം മരണം കണ്ടില്ല നിങ്ങള്. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താകട്ടെ. അതുകൊണ്ട് ആലിമീങ്ങളുടെ വിഷയത്തില് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുന്നവരാകണം ഞങ്ങൾ. ഇങ്ങോട്ട് നോക്ക്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുത്ഹിറുകും തത്ഹീറാ.
ഹബീബായ മുത്തുനബി തങ്ങളുടെ അഹ്ലുബൈത്തില്ലേ, ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരില്ലേ, അവരെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, കറങ്ങളിൽ നിന്ന് ഞങ്ങൾ ശുദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. പരിശുദ്ധ ഖുർആനിലാണ് അല്ലാഹു അഹ്ലുബൈത്തിനെ കുറിച്ച് പറയുന്നതെങ്കിൽ പാവപ്പെട്ട ഞാൻ പറയുന്ന ആക്ഷേപത്തിന് അർത്ഥമുണ്ടോ? ഒരൊറ്റ കാര്യം ഇവിടെ തങ്ങന്മാരെ കുറിച്ച് പറയുമ്പോ പറയട്ടെ, ഈ ദുനിയാവിൽ ഒരൊറ്റ തങ്ങള് ഈമാനില്ലാതെ ആഖിബത്തില്ലാതെ മരണപ്പെട്ടു പോകൂല. അതവർക്ക് അല്ലാഹ് കൊടുത്ത വലിയ അനുഗ്രഹമാണ്. മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരൊറ്റ തങ്ങളും ഒരൊറ്റ സാദാത്തും സയ്യിദും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഈമാനില്ലാതെ ആഖിബത്ത് പൊട്ടിയിട്ട് മരണപ്പെടൂല. അങ്ങനെയുള്ള തങ്ങളെയാണോ ഞാൻ ചീത്ത വിളിക്കുന്നത്? അങ്ങനെയുള്ള തങ്ങളെയാണോ ഞാനില്ലാത്തത് പറയുന്നത്? അങ്ങനെയുള്ള ഒരു ആലിമിനെയാണോ ഞാൻ വേണ്ടാത്തത് പറയുന്നത്? നാവിനെ സൂക്ഷിച്ചോ, നമുക്കത് വേണ്ട, ഞങ്ങൾക്ക് ആ പണി വേണ്ട, നമുക്ക് ആ സുഖല് വേണ്ട. ഈമാൻ തെറ്റിപ്പോകാനുള്ള രണ്ടാമത്തെ അടയാളമാണത്. മറ്റൊന്ന് ആലിമീങ്ങളെ ചീത്ത പറയുക. മുഅ്മിനീങ്ങളെ ഇവിടെ ഒരൊറ്റ കാര്യം ഹബീബായ നബി തങ്ങൾ പറയുന്നു. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, സഅൽതു ജിബ്രീല അൻ അസ്ഹാബിൽ ഇൽമ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആരാ പറയുന്നത് മുത്തുനബി തങ്ങള്? ജിബ്രീലേ, ഈ ഇൽമ പഠിക്കുന്ന മക്കളില്ലേ, ഇൽമ പഠിപ്പിക്കുന്ന ആലിമീങ്ങളില്ലേ, അവരുടെ പദവി എത്രയാണ്, അവരുടെ പദവി ഏതാണെന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞു, നബിയേ, ആലിമീങ്ങള് ഹും സുറുജു ഉമ്മത്തിക, അവർ നിങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് ഒരു പ്രകാശമാണ്, വിളക്കാണ്. തൂബാ ലിമൻ അറഫഹും, അവരെ അറിഞ്ഞ്, അവരുടെ ആ പദവികൾ അറിഞ്ഞ് അവരെ ബഹുമാനിക്കുന്നു, അവർക്ക് സർവ്വതും ചെയ്തു കൊടുക്കുന്നവർക്ക് മംഗളങ്ങൾ ഉണ്ടാകട്ടെ. വൽവൈലു ലിമൻ അൻകറഹും വബഗലഹും, ആലിമീങ്ങളെ കാണുമ്പോ മുഖം താഴ്ത്തുന്നവന്, ആലിമിന്റെ മുഖത്ത് നോക്കി സലാം പറയാത്തവന്, എനിക്ക് പറ്റാത്തൊരു ആലിമിന്റെ ബാക്കിൽ നിസ്കാരത്തിന് കൂടാത്തവന് അല്ലാഹ് ജിബ്രീലാ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. വൽവൈലു വൽവൈലു, നബിയേ, അവർക്കാണ് ഏറ്റവും വലിയ നാശം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരാ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ അത്രക്കും ബഹുമതിയുള്ള, അത്രക്കും സ്ഥാനമാനങ്ങളുള്ള ആലിമീങ്ങളെയാണ് ഞങ്ങൾ ചീത്ത വിളിക്കുന്നത്. എത്ര മഹല്ലുകളിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പള്ളിയിലെ ഖത്തീബിനെ എന്തോ ഒരു വിഷയത്തിൽ പറ്റാത്തത് കൊണ്ട് ഭക്ഷണം കൊടുക്കാത്ത, അത്താഴ ഭക്ഷണം പോലും കൊടുക്കാത്ത എത്ര വീട്ടുകാരുണ്ട്. ഈമാൻ സൂക്ഷിക്കണ്ടേ, ആഖിബത്ത് സൂക്ഷിക്കണ്ടേ? ജീവിതം ആഡംബരമായത് കൊണ്ടായില്ലല്ലോ. ഇത് ഈമാൻ തെറ്റിപ്പോകാനുള്ള രണ്ടാമത് കാരണമാണ് മഹാന്മാർ പറയുന്ന കാരണങ്ങള്. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.